എസ് ന്യൂസിലേക്ക് സ്വാഗതം. മമ്മൂട്ടിയുടെ ഭ്രമയുഗം ഒരു പാൻ ഇന്ത്യൻ മൂവിയായിട്ട് മലയാളികൾക്ക് അഭിമാനമായിട്ട് ഇറങ്ങിയത് ഇന്നലെ തന്നെയാണ്. 23-ാം തീയതി ഈ സിനിമ തെലുങ്ക്, കന്നഡ, തമിഴ് വേർഷൻസ് ഇറങ്ങി. അതോടുകൂടി തന്നെ ആദ്യമായി മലയാളത്തിൽ നിന്ന് ഒരു പാൻ ഇന്ത്യൻ സിനിമ ജനിക്കുകയാണ്. ഇവിടെ ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള കണക്കുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. സിനി ട്രാക്ക് പുറത്തു വിട്ടിരിക്കുകയാണ്. ഒരുമാതിരിപ്പെട്ട എല്ലാ സിനിമകളുടെയും ലൈവായിട്ടുള്ള ട്രാക്കിംഗ് ആണ് അവർ പുറത്തുവിടുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ആന്ധ്രാപ്രദേശിൽ നിന്ന് മാത്രം, അതായത് തെലുങ്കാന കൂടാതെ ഉള്ള കളക്ഷനാണ് വന്നിരിക്കുന്നത്. സിനി ട്രാക്കേഴ്സ് ഫ്ലാഷ് ലൈവ് അപ്ഡേറ്റ് ആണ് നമ്മളിവിടെ പറയുന്നത്. 23 ഫെബ്രുവരി 2024 283 ഷോകൾ ട്രാക്ക് ചെയ്തപ്പോൾ 15,424 ആളുകൾ അഡ്മിറ്റ് ആയപ്പോൾ, അല്ലെങ്കിൽ ആളുകൾ കാണാൻ കയറിയപ്പോൾ 19,96,000 രൂപയാണ്. അതായത് 16% ഓക്യുപ്പൻസി. ഞാൻ എൻ്റെ സ്ക്രീൻഷോട്ടും കാര്യങ്ങളുമൊക്കെ ഇടുന്നുണ്ട്. അതായത് അത് ഏരിയ തിരിച്ചിട്ടുള്ള കണക്കുകളും അവർ പുറത്തുവിടുന്നുണ്ട്. അതായത് നിസാമിൽ നിന്ന് 66 സെൻറ്ററുകളിൽ 161 ഷോകൾ വന്നു കഴിഞ്ഞപ്പോൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ വന്നത്. 11 ലക്ഷത്തിന് മുകളിലാണ്. 9,000 മുകളിലുള്ള ആളുകൾ വരികയും UA 16 കേന്ദ്രങ്ങളിൽ നിന്ന് 45 ഷോകളിൽ നിന്ന് 5,29,000, ഗുണ്ടൂരിൽ നിന്ന് 6 തിയേറ്ററുകളിൽ നിന്ന് 20ഓളം ഷോകൾ വരികയും 1,13,000 വരികയും കൃഷ്ണ, നെല്ലൂർ, വെസ്റ്റ്, സീഡഡ്, ഈസ്റ്റ് ഇവിടെയെല്ലാം കൂടി ചേർന്നിട്ട് 19,95,566 രൂപയാണ് സിനിമയുടെ ട്രാക്ഡ് കളക്ഷൻസ് വന്നത്. ഒരു അന്യഭാഷ സിനിമയ്ക്ക് ലഭിക്കുന്ന മികച്ച കളക്ഷൻ എന്ന് പറയാം. ഇത് ആന്ധ്രാപ്രദേശ് മാത്രമാണ്. ഇനിയും തെലുങ്കാനയിൽ നമുക്കറിയാം, ഇതിനകത്തിൽ വലിയ ഒരു സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. തെലുങ്കാന 2 സ്ഥലങ്ങളിലേക്ക് വരുമ്പോഴത്തേക്ക് ഏകദേശം ഇത്രത്തോളം എമൗണ്ട് തന്നെ അവിടെ നിന്നുമുണ്ട്. അതായത് ഏകദേശം 45-50 ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് തെലുങ്ക് വെർഷനിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എങ്ങനെയാണ് ഈ ഒരു സിനിമയുടെ പോക്ക് എന്നുള്ളത്. അതായത് അവിടെ ഒരു സൂപ്പർ മെഗാ ഹിറ്റ് അടിച്ചിരിക്കുകയാണ് ഈ സിനിമ. ഇന്ന് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച തീർച്ചയായും ഈ സിനിമയ്ക്ക് ഇതിൻ്റെ മുകളിലേക്കുള്ള കളക്ഷൻ വരുമെന്നുള്ളതിന് യാതൊരു സംശയങ്ങളും ഇല്ല എന്നുള്ളത് തന്നെയാണ്. ശനി ഞായറോട് കൂടി ഈ സിനിമ ഈ പറഞ്ഞ പോലെ 1 കോടിക്ക് മുകളിലേക്ക് ഈ പറഞ്ഞ ആന്ധ്രാപ്രദേശിൽ നിന്ന് മാത്രമായിട്ട് വരും. അതായത് ഇത്രയും തിയേറ്ററുകളിൽ നിന്ന് മാത്രമായിട്ട് സിനിമ 1 കോടിക്ക് മുകളിലെത്തും എന്നുള്ളതാണ്. അതായത് കേരളത്തിനെ പോലും വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. ഒരു പാൻ ഇന്ത്യൻ സിനിമയായി ഇത് ആളിപ്പടർന്നു എന്നുള്ളതിന് സംശയങ്ങളില്ല. തമിഴ്നാട്ടിലും കർണാടകത്തിലും സിനിമയ്ക്ക് മികച്ച ബുക്കിങ്ങും തിരക്കുമാണ്. ഇനി ബാംഗ്ലൂർ നഗരത്തിലേക്ക് ചെല്ലുകയാണെങ്കിൽ ഇന്നലെ ഏകദേശം 40ഓളം നൈറ്റ് ഷോകൾക്ക് അമ്മാതിരി കൊടൂര തിരക്കായിരുന്നു. ഇന്നത്തെ കാര്യവും ഒരേപോലെ തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. ബുക്കിംഗ് എല്ലാം നല്ല ഓറഞ്ച് മയമെന്ന് തന്നെ പറയാം. എന്തായാലും മമ്മൂട്ടിയുടെ അല്ലെങ്കിൽ ഭ്രമയുഗം എന്ന ഈ ഒരു മലയാള സിനിമ രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത മലയാളികൾക്ക് അഭിമാനമായ ഒരു മിസ്റ്ററി ത്രില്ലർ എന്ന് പറയാം, ഒരു മുത്തശ്ശിക്കഥ എന്ന് പറയാം, തിയേറ്ററുകൾ കുലുക്കിയ സിനിമയെന്ന് നമുക്ക് ധൈര്യമായി പറയാൻ കഴിയുന്ന ഈ സിനിമ ഇന്ന് നേടിയിരിക്കുന്നത് ഏകദേശം 20 ലക്ഷത്തിന് മുകളിൽ ആണ് ആന്ധ്രയിൽ നിന്ന് മാത്രം. അതായത് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ ഇന്നോ നാളെയോ കൊണ്ട് 50 കോടിക്ക് മുകളിലേക്ക് എത്തും. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം 45 കോടിക്ക് മുകളിലാണ് സിനിമയുടെ ഇന്നലെ വരെയുള്ള കളക്ഷൻ വന്നിരിക്കുന്നത്. ഒഫീഷ്യൽ കളക്ഷൻ ഡിക്ലറേഷന് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. എന്തായാലും ഞായറാഴ്ച കഴിയുമ്പോഴത്തേക്ക് സിനിമ 55 കോടി ആ റേഞ്ചിലേക്കായിരിക്കാം എത്താൻ പോകുന്നത്. എന്തായാലും ഇവിടെ ആളിപ്പടർന്നിരിക്കുന്നു തെലുങ്ക് സംസ്ഥാനത്ത് സിനിമയുടെ അഭിപ്രായങ്ങളും. തെലുങ്കിൽ മാത്രമല്ല കന്നഡയിലും തമിഴിലും സിനിമയ്ക്ക് മികച്ച അഭിപ്രായം കാണുമ്പോൾ കളക്ഷനും അതേപോലെ തന്നെ പോരുന്നു എന്നുള്ളതാണ്. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിലും സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ബ്രോസ്.